ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഡ്രീം മീഡിയയുടെ ഇന്നത്തെ ഗസ്റ്റ് കണ്ണൻ തിലകനാണ്. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് ജീവിത വഴിത്തിരിവുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് കണ്ണാ വിശേഷം? നല്ല വിശേഷം. എന്തായിരുന്നു നമ്മുടെ ഈ കമ്പനിയുടെ പേര് നമ്മൾ പറഞ്ഞാൽ കൊള്ളാം. നമസ്കാരം. നമ്മുടെ കമ്പനി നെയിം കാപ്ര എന്നാണ്. കാപ്ര പലരും ചോദിക്കാറുണ്ട് എന്താണ് കാപ്ര. മാർക്കറ്റിലൊരു പുതിയൊരു പേരാണ്. അത് നമ്മൾ കേട്ടിട്ടില്ല. അതായത് നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഈ കാപ്ര എന്നുള്ളൊരു വേർഡ് വന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ കാപ്ര എന്താന്നുള്ളത് ഞാനൊന്ന് പറയാം. ഓക്കെ. കാപ്ര ഞങ്ങൾ രണ്ട് ഡയറക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് കണ്ണൻ തിലകൻ ആൻഡ് പ്രക്ഷോഭ് ദാസ്. കണ്ണൻ തിലകൻ്റെ കായും പ്രക്ഷോഭ് ദാസിൻ്റെ PRA പ്രായം കൂടി ചേർന്ന നെയിമാണ് കാപ്ര. അതിപ്പോൾ ഒരു തുടക്കത്തിൽ പലരും ചോദിച്ചു എന്താണ് കാപ്ര. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് ബ്രാൻഡായിട്ട് കാപ്ര ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഈ കാപ്ര എന്ന് ആൾക്കാർക്ക് ആദ്യം കേൾക്കുമ്പോൾ കണ്ണന് തന്നെ ഒരു അതിശയം തോന്നിയില്ല ശരിക്കും? അല്ല, ഇങ്ങനെ ഒരു പേരിട്ട് ഞങ്ങൾക്ക് ആൾക്കാർക്ക് അത് ക്ലിക്ക് ആകുമോ? അതായത് ഈ ഇങ്ങനത്തെ ഒരു പേര് ആൾക്കാർ ഏത് രീതിയിലായിരിക്കും അതിൻ്റെ അകത്ത് അല്ലേ? അതെ 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 അത് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതിന്റെ ട്രേഡ് മാർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നെയിമാണ് നോക്കിയിരുന്നത്. സോ കാപ്ര വരികയും പിന്നീട് പറഞ്ഞ് കാപ്ര എല്ലാവരുടെയും ഉള്ളിൽ കയറുകയും ഇന്നൊരു ബ്രാൻഡായിട്ട് മാറുകയും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ് നെയിമായിട്ട് കേരളത്തിൽ മാറിക്കഴിഞ്ഞു. കാപ്ര ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും എത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബിസിനസ്സിലേക്ക് കടക്കാം. ഇപ്പം കണ്ണൻ ഇപ്പം ഈ ഒരു ചെറുപ്രായത്തിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ജനറേഷൻ ആണല്ലോ അല്ലേ? അതെ. ഈ ഒരു കാപ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ ഉള്ളൊരു ജീവിത ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയാം, എന്നാലാണ് ആ ബിസിനസ്സിലേക്ക് എത്തുള്ളൂ. അതാണ് വേണ്ടത്. ഞാൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 1-2 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഞാൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. 1-2 കോർപ്പറേറ്റ് കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നമുക്കൊരു സംതൃപ്തി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. എത്ര നാൾ വർക്ക് ചെയ്തിരുന്നു? ഒരു 4 കൊല്ലം അത് വർക്ക് ചെയ്തു. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2002 എൻ്റെ സുഹൃത്തു വഴി ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ ചെന്നു. എനിക്ക് ആ ഇൻഡസ്ട്രി യാതൊരുവിധ പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടായിരുന്നു. സംസാരം കുറവായിരുന്നു. പൊതുസമൂഹങ്ങളിൽ പങ്കെടുക്കൽ അല്ലെങ്കിൽ ഒരു സദസ്സിൽ എന്നെ അഭിമുഖീകരിക്കലെങ്കിൽ എനിക്കൊരു പ്രശ്നമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്ക് വരികയും അവിടെ നേരെ തിരിച്ചാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. എല്ലാവരുമായിട്ടും അങ്ങോട്ട് കയറി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് കൂടുതൽ കസ്റ്റമർ ക്രിയേഷന് ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് സൈഡ് അതാണ്. അങ്ങനെ ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ചെന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവുകയും കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് നടക്കുകയും പഠിക്കുകയും എങ്ങനെയാണ് നമുക്കൊരു ബന്ധം ബിസിനസ്സിൽ സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പഠിക്കാനായിട്ട് സാധിച്ചത് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. എന്നും ഞാൻ അതിനോടൊരു നന്ദി അറിയിക്കും. മേഖലയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കാപ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസുകളാണ് നമുക്കുള്ളത്? ഇതിനകത്ത് ഞങ്ങൾ കാപ്ര വെഞ്ചേഴ്സിന് ഫസ്റ്റ് പ്രോജക്റ്റ് സെല്ലേഴ്സ് കാർഡ് ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫസ്റ്റ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാനും പ്രക്ഷോഭ് ദാസുമാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രക്ഷോഭ് ദാസും ഒരു 18 വർഷം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ ഇൻഡസ്ട്രിയിൽ 20 കൊല്ലത്തിനടുത്ത്, ഞാൻ 22 കൊല്ലം, പ്രക്ഷോഭ് ഒരു 18 വർഷമായിട്ട് രണ്ടുപേരും ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടതും ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ്. സോ രണ്ടുപേർക്കും ഈ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ആകണം എന്നുള്ളൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ വന്നൊരു വെഞ്ചറാണ് കാപ്ര. ബിസിനസ് സാമ്രാജ്യമാണ് കാപ്രയുടേത്. രണ്ടുപേർക്കും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഒരു കോർപ്പറേറ്റ് കമ്പനി ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് എത്തുക
കോർപ്പറേറ്റ് ബ്രാൻഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഡയറക്റ്റ് സെല്ലിംഗ് തന്നെ, ഞങ്ങൾ പഠിച്ച ഫീൽഡും ഞങ്ങൾക്ക് എന്തെങ്കിലും ആകാൻ സാധിച്ചൊരു ഫീൽഡ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പം അതിൽ തന്നെ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മോട്ടീവ്. അങ്ങനെ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് സെല്ലേഴ്സ് കാർഡ് ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. 4 പ്രൊഡക്ട്സിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഇന്ന് 300-നടുത്ത് പ്രൊഡക്ട്സുകളുള്ള കേരളത്തിലെ ലീഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് സെല്ലേഴ്സ് കാർഡ്, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബ്രാൻഡായിട്ട് സെല്ലേഴ്സ് കാർഡ് മാറിക്കഴിഞ്ഞു. ഇന്ന് 4 പ്രൊഡക്ട്സിൽ നിന്ന് 300 പ്രൊഡക്ട്സ് ആവുകയും 25,000-ന് മുകളിൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ള കേരളത്തിലെ ഒരു ലീഡിംഗ് കമ്പനിയായിട്ട് മാറുകയും ചെയ്യുന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ആക്ച്വലി 2.5 വർഷം കഴിഞ്ഞെങ്കിലും 2.5 വർഷത്തെ അല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇത്രയും വർഷത്തെ അനുഭവങ്ങളും അപ്പ് ആൻഡ് ഡൗൺസും എല്ലാം തന്നെയാണ് ഇന്ന് ഈ ഒരു 2.5 വർഷം കൊണ്ട് ഞങ്ങളുടെ സെല്ലേഴ്സ് കാർഡ് ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. നിങ്ങളിപ്പോൾ ഇത്രയും നാള് നിങ്ങൾ രണ്ടുപേരും അതായത് ഒരേ സ്വരത്തിൽ അല്ലേ, അത് ഒറ്റ കൈയായിട്ട് നിന്നിട്ടല്ലേ സംഗതി ഇങ്ങനെ ഇത്രയും ഡെവലപ്പ് ആക്കാൻ പറ്റും. അത് സെയിം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതും അത് തന്നെ അല്ലേ? പിന്നെ അത് കൂടാതെ വേറെ എന്തൊക്കെയുള്ളത്? ഞങ്ങളുടെ രണ്ടാമത്തെ പ്രോജക്റ്റ് കാപ്ര ബൈഎസ് കാർഡ് ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാപ്ര ഡെയിലി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ബൈഎസ് കാർഡ് ആയിരുന്നു എൻ്റെ ബ്രാൻഡ് നെയിം. അത് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് കാപ്രയിലോട്ട് എല്ലാ ബ്രാൻഡും കൊണ്ടുവരികയാണ്. അപ്പോൾ കാപ്ര ഡെയിലി എന്നാണ് നമ്മുടെ ഇ കോമേഴ്സ് ബ്രാൻഡ് നെയിം വരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷം ബാക്കോട്ട് നോക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് ഇ കോമേഴ്സ് ബ്രാൻഡുകൾ വന്ന് കേരളത്തിൽ നിന്ന് നല്ല കച്ചവടം കൊണ്ടുപോകുന്നുണ്ട്. അന്ന് കേരളത്തിൽ ഒരുപാട് IT മേഖലകൾ, IT കമ്പനികൾ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ട്. IT സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ എന്തുകൊണ്ടൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കച്ചവടത്തിലേക്ക് ഇവരൊന്നും എത്തുന്നില്ല, വിജയിക്കുന്നില്ല എന്നുള്ളൊരു കാരണം ഞങ്ങൾ സ്റ്റഡി ചെയ്തു. അപ്പോൾ അതിനകത്ത് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, ഇ കോമേഴ്സ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ സൈഡിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങൾ ചെയ്തത് ആദ്യം അത് കവർ ചെയ്യുകയാണ്. കസ്റ്റമേഴ്സിനെ പല ബ്രാൻഡുകളും അവരുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമർ ക്രിയേഷൻ നടക്കുന്നതെങ്കിൽ കാപ്ര ഡെയിലി ഒരു കാര്യം ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് ചെയ്തു. ഞങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തത് കസ്റ്റമേഴ്സിനെയാണ്. അത് സഹായിച്ചത് ഞങ്ങളുടെ ഈ 2 ആദ്യത്തെ പ്രൊജക്റ്റാണ്. അതായത് സെല്ലേഴ്സ് കാർഡ് എന്ന പ്രോജക്റ്റ് ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. അതുവഴി ഞങ്ങൾ കേരളത്തിൽ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി. ആ കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ രണ്ടാമത്തെ പ്രൊജക്റ്റായ കാപ്ര ഡെയിലി അതിൻ്റെ സർവീസ് ഉപയോഗിക്കുകയും ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് വിജയിക്കാനുള്ള കാരണം. പക്ഷേ ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ആദ്യം കസ്റ്റമർ ക്രിയേഷൻ സൈഡ് ഞങ്ങൾ സ്ട്രോങ് ആക്കി. ഇന്ന് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന, ഞങ്ങളുടെ സർവീസ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിൻ്റെ എല്ലാ ഏരിയകളിലേക്കും, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ. തീർച്ചയായിട്ടും കേരളത്തിന്റെ എല്ലാ ഏരിയകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാപ്ര ഡെയിലി 2 കാറ്റഗറി ഉണ്ട് ഈ ആപ്ലിക്കേഷനുള്ളിൽ. ഒന്ന് ഗ്രോസറി സെക്ഷൻ ഉണ്ട്. ഗ്രോസറി സെക്ഷൻ സ്റ്റോറുകളുള്ള മൈക്രോ സ്റ്റോർ എന്നാണ് പറയും. ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചെറിയ സ്റ്റോറുകൾ വിളിക്കുന്നവർ മൈക്രോ സ്റ്റോർ എന്നാണ്. കാപ്ര ഡെയിലി മൈക്രോ സ്റ്റോർ. ഈ മൈക്രോ സ്റ്റോറുകളുള്ള സ്ഥലങ്ങളിൽ വിത്തിൻ 20 മിനിറ്റ്സ് ഈ ആപ്ലിക്കേഷൻ വഴി ആരെങ്കിലും ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 20 മിനിറ്റ്സ് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളത് ഓൾറെഡി ഞങ്ങൾ നടത്തി കഴിഞ്ഞു. സക്സസ് ആണ്. അത് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അത് സ്റ്റോറുകളുള്ള സ്ഥലങ്ങൾ, കേരളത്തിൽ എവിടെ സ്റ്റോർ ഉണ്ടോ ആ സ്റ്റോറിന് സറൗണ്ടിങ്ങിൽ ഒരു 3 to 5 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഉൽപ്പന്നം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 20 മിനിറ്റ്സ് കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അത് എറണാകുളത്ത് പാലാരിവട്ടം, തമ്മനം, ചളിക്കവട്ടം, ചക്കരപ്പറമ്പ് ഭാഗങ്ങളിൽ ഓൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തന്നെ സ്റ്റോറുകൾ ഇടുന്നുണ്ട്. അടുത്തത് തൃപ്പൂണിത്തറ MLA റോഡിൽ ഞങ്ങളുടെ സ്റ്റോർ ജനുവരി 15-ന് ശേഷം ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്ത് കേരളത്തിൻ്റെ എല്ലാ ഏരിയകളിലേക്കും ഞങ്ങൾ 2025 ഇത് കൊണ്ടുവരും. അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഇപ്പോൾ ഏതൊരു ബിസിനസ്സും അതിൻ്റെ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡില്ല. അതെ 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 അതെ. ഈ കാപ്ര എങ്ങനെ ഈ കോമ്പറ്റീഷൻ ഫീൽഡിൽ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? ശരി, അപ്പോൾ ഇതിനകത്ത് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമറാണ്. കസ്റ്റമറെ എത്തിക്കലാണ് ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾ കാണുന്നത്.
ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ബ്രാൻഡുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ ബ്രാൻഡുണ്ട്, ഞങ്ങളുടെ ബ്രാൻഡുണ്ട്. എവിടേക്ക് ആൾക്കാർ എത്തിക്കുന്നു അവിടെയാണ് ആ ഒരു ബ്രാൻഡാണ് വിജയിക്കുക. ഇവിടെയാണ് കോമ്പറ്റീഷൻ ഉള്ളത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ഞങ്ങൾ ആദ്യം ചെയ്തത് തന്നെ കസ്റ്റമർ ക്രിയേഷനാണ്. ഞങ്ങളുടെ ബ്രാൻഡിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള പ്രവർത്തനമാണ് ആദ്യം ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ ഒരു പരിധിവരെ ഞങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എവിടെ കസ്റ്റമർ നോൽക്കുന്നോ, എവിടെ കസ്റ്റമർ ചെല്ലുന്നോ, എവിടെ കസ്റ്റമർ ആ ബ്രാൻഡ് ഉപയോഗിക്കുന്നോ അവിടെ വിജയിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ? ടോട്ടലി എത്ര നമ്മൾ ബിസിനസ്സുകളുണ്ട്? അപ്പോൾ ഞാൻ രണ്ട് പ്രൊജക്റ്റ് പറഞ്ഞു. മൂന്നാമത്തെ ഒരു പ്രൊജക്റ്റും ഗോഡ് ഗ്രേസ് നമുക്ക് കഴിഞ്ഞ നവംബർ 29 എറണാകുളത്തെ രാജകീയ നഗരമായ തൃപ്പൂണിത്തുറയിൽ കിഴക്കേക്കോട്ടയിൽ തൃപ്പൂണിത്തുറയുടെ തന്നെ ഏറ്റവും മികച്ച വലിയ കാർ പാർക്കിങ്ങോട് കൂടിയ ഒരു ജ്വല്ലറി, അതിൻ്റെ പേര് കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ്, നമുക്ക് ഇനാഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ പ്രശസ്ത സിനിമ താരം ഹണി റോസാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. തൃപ്പൂണിത്തുറ വളരെ ക്രൗഡോടുകൂടി ആണ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തത്. അതും ദൈവാനുഗ്രഹം, ഞങ്ങളുടെ ഒരു ടീം വർക്കാണ്. ഞങ്ങളുടെ മാനേജ്മെൻറ്റും ഞങ്ങളുടെ ബ്രാൻഡ് പാർട്ട്നേഴ്സും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തൃപ്പൂണിത്തുറയിൽ നമുക്കൊരു മികച്ച ജ്വല്ലറി, നല്ല കളക്ഷനോട് കൂടിയ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് ആദ്യത്തെ ജ്വല്ലറിയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 6 month കൊണ്ട് കേരളത്തിൽ 3 സ്ഥലങ്ങൾ, ട്രിവാൻഡ്രം, മലപ്പുറം ആൻഡ് പത്തനംതിട്ട, നമ്മളൊരു 3 ജ്വല്ലറിയും കൂടെ പ്ലാൻ ചെയ്യുന്നു. ടോട്ടൽ ഒരു 4 ജ്വല്ലറിയിലേക്ക് നമ്മൾ എത്താനുള്ള പരിപാടി. കാപ്ര ജ്വല്ലറി എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ സ്പെഷ്യലൈസ്, അതായത് ഇപ്പൊ പുതിയ പുതിയ പാറ്റേൺസും എങ്ങനെയൊക്കെയാണ് അവിടുത്തെ? ഞങ്ങളിപ്പോൾ ഒരു 800 രൂപ മുതൽ 916 ആഭരണങ്ങൾ മേടിക്കാനുള്ളൊരു കളക്ഷൻസ് ഞങ്ങളുടെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ, പിന്നെ കല്യാണ സെറ്റുകൾ, ഒരു 3 പവൻ തൊട്ടുള്ള ചെറിയ ചെറിയ കല്യാണ സെറ്റുകൾ. ട്രെൻഡാണല്ലോ. അതെ. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഗോൾഡ് ഒരു സേവിങ്സ് ഒക്കെ ആൾക്കാർ കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത് 100 പവൻ അല്ലെങ്കിൽ 50 പവൻ കല്യാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലോട്ട് പറയുമ്പോൾ സ്വർണ്ണത്തിന് ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ സ്വർണ്ണം കുറവായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കല്യാണ സെറ്റൊക്കെ വളരെ കുറച്ച ഒരു 3 പവൻ 5 പവനിലൊക്കെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ആൾക്കാർക്ക് ഗുണകരമാവും, സഹായകരമാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ 3 വർഷക്കാലം കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ അതെ അതെ. അതിൻ്റെ രഹസ്യം എന്താണ്? നമ്മൾ പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നല്ല ചോദ്യമാണ്. ഒന്ന്, ഞങ്ങൾ വിശ്വസിച്ച് കാപ്രയുടെ എല്ലാ ബിസിനസ്സും ഞങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സ്, ലീഡേഴ്സ്, ഞങ്ങളുടെ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രൊജക്റ്റുമായിട്ട് കേരളം മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ വരെ ചിലപ്പോൾ അവർ നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ, ഞങ്ങൾ പുറകെ ഉണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ചില വ്യക്തികൾ, ഞാൻ പേര് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ വിശ്വസിച്ചു, അവർ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തു. ഇത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരും എന്ന് അവരിലുള്ള വിശ്വാസം, ഞങ്ങളുടെ പ്രൊജക്റ്റിൽ അവർക്കുള്ള വിശ്വാസമാണ് ഇന്ന് ഈ വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഈ 3 പ്രൊജക്റ്റും ലൈവാകുകയും കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഒരേ ഒരു കാര്യം ഇവർ ഞങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ്. തീർച്ചയായിട്ടും. എത്രത്തോളം ആണ് അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിന്നത്? കാരണം തുടക്ക സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ? ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളുണ്ടാവും, മറ്റു കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെയൊക്കെ ഞങ്ങളുടെ ഒപ്പം നിന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഞങ്ങളുടെ സ്റ്റാഫ് അല്ലേ. അവരാണ്, കാരണം അവർ ചിലപ്പോൾ 6 മണി വരെ ആയിരിക്കും സമയം, അത് കഴിഞ്ഞ് 8 മണി വരെയും 9 മണി വരെയൊക്കെ നിൽക്കാനും ഞായറാഴ്ചകളിൽ വന്ന് വർക്ക് ചെയ്യാനും. ഞങ്ങൾ എങ്ങനെയാണോ കമ്പനീനെ കാണുന്നത് അതുപോലെ തന്നെ ഈ കമ്പനീനെ, കാപ്രയുടെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞങ്ങളുടെ സ്റ്റാഫ്, ഞങ്ങളുടെ ടീം. ആ ടീമിൻ്റെയും കൂടെ പ്രയത്നമാണ്, പ്രവർത്തനമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ? ഇപ്പോൾ കണ്ണൻ്റെയൊക്കെ ന്യൂജൻ കാലഘട്ടമാണ് ഇപ്പോൾ അല്ലേ? പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട്, ഈ ഒരു ബിസിനസ് അല്ല, ഏത് ബിസിനസ് ആയിക്കോട്ടെ,
പുതിയതായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്ന വ്യക്തികൾക്ക് നമ്മുടെ ഡ്രീം മീഡിയയിലേക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം, അതായത് കണ്ണന് ഇപ്പൊ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, കണ്ണന്റെ ഒരു അനുഭവങ്ങളും ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചാൽ കൊള്ളാം. ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ബിസിനസ് ചെയ്യാനും അത് നടത്തിക്കൊണ്ടു പോകാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇന്ന് കൂടുതലും, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ സർ പറഞ്ഞ പോലുള്ള ഒരു യൂത്ത് കാലഘട്ടം അല്ലേ, ഒരുപാട് ആൾക്കാർ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ സുമേഷ് ജി ചോദിച്ച പോലെ എന്താണ് അവർക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത്, ബിസിനസ് ചെയ്യാൻ തീരുമാനമെടുത്ത് ഉറപ്പിച്ചിറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യുക, പിടിച്ചു നിൽക്കുക, തരണം ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനായിക്കോട്ടെ, എൻ്റെ പാർട്ണർ പ്രക്ഷോഭ് ദാസ് ആയിക്കോട്ടെ, ഒരിക്കലും ഈസി അല്ല നമ്മുടെ യാത്ര. ഏത് ബിസിനസ്സും അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാണുമ്പോൾ സുഖമാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇന്ന വണ്ടിയിലാണ്, ഓഫീസ് സെറ്റപ്പ് ഇന്ന രീതിയിലാണ്, ഷോറൂമുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പലരും വിചാരിക്കും. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, പല രീതിയിൽ വരാം. ആ രീതി എന്താണെന്ന് പറയുന്നത്, പക്ഷേ ഏത് രീതിയിൽ വന്നാലും നമ്മൾ തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കുക, പ്രോബ്ലംസിനെ തരണം ചെയ്യുക, എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് ഈസി ആയിട്ടല്ല എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഞങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു? പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന താഴത്ത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് സാധിക്കും. അതോടുകൂടി ഞാനൊരു ഗ്രീൻ മീഡിയക്ക് ഒരു കാര്യം പറയുകയാണ്. പുതിയ പ്രോജക്റ്റുകൾ, ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് സമീപിക്കും. അവർക്ക് നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാപ്ര വെഞ്ചേഴ്സ് എന്നും മുൻപന്തിയിലുണ്ടാവും. അപ്പം മറക്കണ്ട, താഴെ നമ്പറുണ്ട്, ഏത് ടൈമിൽ വിളിച്ചാലും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ ബിസിനസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പങ്കുവച്ചത് അല്ലേ? ഇനി നമ്മളിന്ന് ഫാമിലിയിലേക്ക് കടക്കാം. ആരൊക്കെയുണ്ട് കണ്ണന് ഫാമിലി? അമ്മ, ബ്രദർ, ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. കല്യാണം കഴിച്ചോ എന്നായിരിക്കും അടുത്ത ചോദ്യം. കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കണം. എല്ലാവരുടെയും ഒരു 25 വയസ്സ് 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദ്യമാണ്, ബന്ധുക്കാരുടെയും കൂട്ടുകാരുടെയും മറ്റു അതെ, വയസ്സ് പറയുന്നില്ല, ചോദ്യമാണ് കല്യാണം. പക്ഷെ ഞാൻ കല്യാണത്തിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് കൊടുത്തത് ബിസിനസ്സിനായിരുന്നു. ഒരു ഡ്രീമാണ്, ഒരു കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് എത്തുക എന്നുള്ള ഡ്രീമാണ്. അപ്പം ആ ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അത് ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ പാർട്ണർ തീർച്ചയായിട്ടും പ്രക്ഷോഭ് ദാസ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് ഞങ്ങളിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ ഇത് കാണാനും പ്രവർത്തിക്കാനും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഒരുപോലെ സാധിച്ചു എന്നുള്ളതാണ്. ആ ടീം വർക്ക് തന്നെയാണ് ഇതിന്റെ വിജയത്തിന്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാപ്ര എന്നുള്ള ബ്രാൻഡിംഗില് ശരിക്കും സക്സസ്ഫുൾ ആയിട്ട്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ കാപ്രയുടെ വിശേഷങ്ങളും, അതായത് ഒത്തിരി കാര്യങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടി മെസ്സേജ് തന്ന കണ്ണൻ സാറിനും, പ്രത്യേകിച്ച് നമ്മുടെ പാർട്ണറിന്റെ പേര് പ്രക്ഷോഭ് സാറിനോടും നന്ദി പറയുന്നു. പ്രക്ഷോഭ് ഇല്ല, പ്രക്ഷോഭ് തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുള്ള ദൈവാധീനം ഉണ്ടാവട്ടെ. സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഡ്രീം മീഡിയക്ക് എല്ലാം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഗ്രോത്തിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഞങ്ങളെ സമീപിക്കുകയും കാര്യങ്ങൾ അറിയുകയും ഈ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവിധ സഹകരണവും സപ്പോർട്ടും ഇനിയും ഉണ്ടാവുന്ന പ്രതീക്ഷ. തിരിച്ചും താങ്ക് യു.